സപ്ലൈകോയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് അരിമില്ലുകൾ സ്ഥാപിക്കാൻ ആലോചന. പൊതുവിതരണ, ഭക്ഷ്യധാന്യ, നെല്ല് സംഭരണ വിഷയങ്ങളിൽ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി നദിൻഡല മനോഹറുമായി ചർച്ച നടത്തിയിരുന്നു. നെല്ല് സംസ്കരണവും ഗുണനിലവാര നിയന്ത്രണ സംവിധാനങ്ങളും പ്രാവർത്തികമാണെങ്കിൽ കേരളത്തിലും നടപ്പിലാക്കാനാണ് ഭക്ഷ്യവകുപ്പ് ആലോചിക്കുന്നത്. റിപ്പോർട്ട് തയ്യാറാക്കാൻ സപ്ലൈകോ എംഡിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സുനിഷ അയ്യലൂർ ചേരുന്നു. സുനിഷ, മറ്റ് സംസ്ഥാനങ്ങളിലെ മാതൃകകൾ കൂടി പരിഗണിച്ച് അത് പരിശോധിച്ച് പുതിയ ഒരു പദ്ധതി എന്ന നിലയ്ക്ക് തന്നെ സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? മന്ത്രി പറയുന്നത് എന്താ? അതെ റോഷ്നി, അങ്ങനെ തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്കിവിടെ പ്രാവർത്തികമാക്കാൻ കഴിയുന്നത് എന്തോ അത് പഠിച്ചുകൊണ്ട് ഇവിടെയും നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പൊതുവിതരണ, ഭക്ഷ്യധാന്യ, നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിലെ അരിമില്ലുകളും ഈ വയലുകളുമെല്ലാം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് അവിടെ നടത്തുന്ന ചില കാര്യങ്ങൾ അത് കേരളത്തിൽ കൂടി കൊണ്ടുവന്നാൽ കുറച്ചുകൂടി മെച്ചപ്പെടുമെന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോൾ സപ്ലൈകോ ഒരു തീരുമാനത്തിലേക്ക് കൂടി എത്തുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് സപ്ലൈകോ സ്വന്തം നിലയ്ക്ക് അരിമില്ല് സ്ഥാപിക്കുക അല്ലെങ്കിൽ അരിമില്ലുകൾ കൊണ്ടുവരുന്നത് ആലോചനയിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനം നടത്തി ഏത് രീതിയിൽ പ്രാവർത്തികമാക്കാം എന്നുള്ളത് സപ്ലൈകോ എംഡി പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ പഠിച്ച് പറയണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി നിലവിൽ ഇപ്പോൾ മന്ത്രി നിർദ്ദേശമായി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ ഒരു നെല്ല് കർഷകന് ലഭിക്കുന്നത് 24 രൂപയാണ് നൽകുന്നത്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 30 രൂപ നൽകുന്നു. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ തന്നെ പ്രോത്സാഹന ബോണസ് കൂടി നൽകുന്നുണ്ട്. പക്ഷേ ആന്ധ്രാപ്രദേശിൽ കേന്ദ്ര ബോണസ് മാത്രമാണ് നൽകുന്നത്. ഇത്രയധികം പരിഗണന നൽകുമ്പോൾ എന്തുകൊണ്ട് നമുക്കും ഇത്തരത്തിൽ പ്രായോഗികമാകുന്ന അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ മാതൃക ഇവിടെ കൊണ്ടുവന്നുകൂടാ എന്നുള്ളതാണ് സംസ്ഥാനം ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ മന്ത്രി കണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ, ഈ അരിമില്ലുകൾ പോലുള്ള കാര്യങ്ങൾ അത് സംസ്ഥാനത്തിന് സ്വന്തമായി തന്നെ ഇവിടെ കൊണ്ടുവന്നുകൂടെ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയർന്നിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സപ്ലൈകോ എംഡിക്ക് ഒരു നിർദ്ദേശം തന്നെ നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പഠിച്ച് കൃത്യമായി ഏത് രീതിയിൽ നടപ്പിലാക്കാം എന്നുള്ളത് എംഡി റിപ്പോർട്ടായി തന്നെ മന്ത്രിക്ക് നൽകും. അതിനുശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊരു തീരുമാനം കൈക്കൊള്ളുക. റോഷ്നി, ശ്രുതി.